എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സെമി ടെസർ സാരീസിന്റെ കളക്ഷനാണ്. നല്ല നല്ല ഷെയ്ഡുകളിൽ 5ഓളം ഷെയ്ഡുകളിൽ വന്നിട്ടുണ്ട്. അത് റേറ്റ് വരുന്നത് സെമി ടെസർ സാരീസ് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. 650 രൂപ തൊട്ടുള്ള റേറ്റിലാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരു കമന്റ് വിന്നറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വിന്നർ ആയിരിക്കുന്ന ആളെ നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരി തന്നെയാണ്. നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു ഒനിയൻ ഷെയ്ഡിൻ്റെയൊക്കെ കുറച്ച് ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ വരും. ഇതൊക്കെ തന്നെ വീഡിയോയിൽ കാണുന്നൊക്കെ തന്നെയാണ് കേട്ടോ ഏകദേശം കളർ വരുന്നത്. ഒരു അല്പം കൂടി അങ്ങനെ ഒരു ലൈറ്റായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ മാക്സിമം കളറുകൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചില കളറുകൾ വരുമ്പോൾ വീഡിയോയിൽ കുറച്ച് ഡിമ്മായിട്ട് തോന്നാറുണ്ട്. പക്ഷേ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക കേട്ടോ. അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കണം. നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയാവുള്ളൂ കേട്ടോ. കാരണം ചിലപ്പോൾ ചില പ്രൊഡക്റ്റുകളൊന്നും നമ്മുടെ അടുത്ത് അധികം എണ്ണം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച പ്രൊഡക്റ്റ് തന്നെ മറ്റുള്ളവർ ചിലർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എടുത്ത് വെക്കും. എന്നിട്ട് കുറച്ച് ദിവസം 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ചിലരെ വിളിച്ച് കഴിയുമ്പോൾ ഒരു അഡ്രസ്സും ഉണ്ടാവത്തില്ല. അപ്പം മറ്റൊരാൾ ചോദിച്ച പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. നിങ്ങൾ വിളിച്ചിട്ട് കഴിയുമ്പോൾ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് ചെറിയ ബുദ്ധിമുട്ടായിട്ട് വരും ചില ഐറ്റംസ് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ മതി. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ ഞാൻ വെക്കാറുണ്ട്. അതിപ്പോൾ ആരായാലും പറഞ്ഞാലും ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ആവശ്യം നമ്മൾ ഈ ക്ലിയറൻസ് സെയിലിൽ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഇതുപോലെ ഓരോരുത്തരും എടുത്തു വെച്ചിട്ട് പോവാത്ത പ്രൊഡക്റ്റുകൾ ആണ് അധികവും വരുന്നത് ക്ലിയറൻസ് സെയിലിൽ. അപ്പം മനസ്സിലാവുമല്ലോ എത്രമാത്രം പ്രൊഡക്റ്റുകൾ അങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഞാൻ വീണ്ടും വ്യക്തമായിട്ടൊരു കാര്യം പറയാം. നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വീഡിയോ കൃത്യമായിട്ട് ഒന്നുകൂടെ കാണട്ടോ. ഒറ്റ തവണ ഓടിച്ചിട്ട് കണ്ടിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കരുത്. അതിപ്പം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് കണ്ടിട്ട് വേണം എടുക്കാനായിട്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. പിന്നെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നാൽ പറ്റുന്ന പോലെ ഒക്കെ ഞാൻ മാക്സിമം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തേക്കുന്ന കളറാണ്. നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അതുപോലെ ബ്ലൗസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കുത്തുന്ന ഭാഗത്താണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് സെയിം കളർ തന്നെ പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന വിചിത്ര സിൽക്കിൽ റെഡിമെയ്ഡ് ബ്ലൗസാണ് വെയർ ചെയ്തേക്കുന്നത്. ഏകദേശം കളർ മാച്ച് ചെയ്യുന്നത് നോക്കി എടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്, ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് സെയിം കളറിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഞാനിപ്പം ബ്ലൗസോട് കൂടിയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ നല്ല ഫ്ലീറ്റ്സ്, എത്ര ഫ്ലീറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ഫ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. വൺ സൈഡ് കിട്ടുമ്പോഴും ഒക്കെ ആയാലും നല്ല ലെങ്ത്തിലാണ് കേട്ടോ ഇട്ടേക്കണേ. ഞാൻ ഫുൾ ലെങ്ത്തിലാണ് ഇട്ടേക്കണേ. എന്നിട്ടും നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട്. സാരിക്ക് ബ്ലൗസിന് കട്ട് ചെയ്തെടുത്താൽ പോലും നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സാരിയുടെ ഒക്കെ നീളം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഉള്ള സാരികൾക്കുള്ള അതേ നീളം തന്നെയുണ്ട്. ഒട്ടും കുറവ് വരുന്നില്ല. പിന്നെ നമ്മളിപ്പം ബ്ലൗസിന് കട്ട് ചെയ്തെടുക്കാത്തതുകൊണ്ടാണ് ഒരുപാട് പ്ലീറ്റ്സ് ഉള്ളതുപോലെ തോന്നുന്നത്. കട്ട് ചെയ്തെടുത്താൽ പോലും ഈ പ്ലീറ്റ്സിൽ പകുതി എണ്ണത്തിൽ കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളറാണ്. നമ്മളിപ്പോൾ ഏകദേശം വീഡിയോയിൽ കാണുന്ന അതേ കളർ ഷെയ്ഡ് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപ. ഇതിനകത്ത് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ പോയേക്കുന്നത്. ഫുൾ ബോഡി വന്നേക്കുന്ന ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ്. അങ്ങനെ വരുവേ, അങ്ങനെയാണ് പോയേക്കുന്നത്. ഫുൾ ബോഡി പോയേക്കുന്നത് ആ ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 650 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബാട്ടി പ്രിന്റിലാണ് വന്നേക്കുന്നത്. ഈ ടെസർ തന്നെയാണ് വരുന്നത്. ഇതിന് റേറ്റ് വരുമ്പോൾ 745 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പ്രിന്റ് കൊടുത്തേക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു പ്രിന്റാണ് വന്നേക്കുന്നത്. അത് ബാട്ടി പ്രിന്റ് തന്നെയാണ്, നമുക്ക് അറിയാവുന്ന പോലെ ഈ പ്രിന്റിലാണ് വരുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ബോഡിയിലേക്ക് വരുമ്പം ഇങ്ങനെ വരും കേട്ടോ.
ഇതാണ് ഫുൾ ബോഡി വരുന്നത്. ഈ സാരി ഉടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമുക്ക് ഈ സെയിം ഐറ്റം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് പോയവർ അവർ ഉടുത്തു കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഈ സാരീസിൽ വരുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് വരുന്നത്. കയ്യിൽ ഈ പ്രിന്റ് കൊടുക്കാം, ബാക്കി പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. സാരിയിൽ തന്നെ ബ്ലൗസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. ബാട്ടിക് പ്രിന്റിലാണ് വരുന്നത്. നല്ലൊരു കളക്ഷനാണ്, നല്ലൊരു കളർ ഷെയ്ഡ് കൂടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 745 ആണ് കേട്ടോ. അങ്ങനെ വരുവേ. ടെസർ ആയതുകൊണ്ട് തന്നെ, സെമി ടെസർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് അല്ലേ. നമ്മൾ ഈ ഉടുത്തേക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. അതൊന്ന് ഒരു പ്ലീറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ ആ പ്ലീറ്റ് അനങ്ങണ പരിപാടിയില്ല. നമ്മളൊരു ജസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ടിപ്പ് പറഞ്ഞു തന്ന പോലെ ചെറിയൊരു പിന്നും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എങ്ങോട്ടും പോകത്തില്ല. അല്ലെങ്കിൽ തന്നെ സെമി ടെസർ എങ്ങോട്ടും പോകത്തില്ല. കാരണം അത് അത്രമേ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. നമുക്കിടെ എല്ലാവർക്കും ഉടുക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് സെമി ടെസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏത് പ്രായത്തിലുള്ളവർക്കും, പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും. കാരണം അത് അത്ര കംഫർട്ടബിൾ ആണ്. നമ്മൾ ആ സാരി ഉടുക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ സെമി ടെസർ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. ഇതാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു ആഷ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. നമ്മൾ ആദ്യം കാണിച്ച സാരിയുടെ അതേ പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. മുന്താണിയുടെ, അതായത് പല്ലുവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പ്രിന്റാണ് വരുന്നത്. പല്ലുവിൻ്റെ പോർഷൻ മാത്രമാണ് ഇത്ര ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫുൾ ബോഡി വരുമ്പോൾ ഈ ഒരു പ്രിന്റ് വരും കേട്ടോ. ഇത്രയാണ് വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു പ്രിന്റ് വരും. കുറച്ചുകൂടി ഓപ്പൺ ചെയ്യാം, വ്യക്തമായിട്ട് മനസ്സിലാവും കണ്ടോ. ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് മാത്രമാണ് വരുന്നത്. ഇത് അതിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ. ബ്ലൗസ് പീസ് കൊടുത്തേക്ക് നോക്ക്, നല്ല അളവിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര വണ്ണമുള്ളവർക്കൊക്കെ തയ്ക്കാവുന്ന രീതിയിലാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. പ്ലെയിനിൽ കയ്യിൽ മാത്രം ബോർഡർ വയ്ക്കാവുന്ന രീതിയിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ഈ റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ്. സെമി ടെസറിൽ വരുന്ന ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ വരുവേ. എല്ലാവരുടെയും മുഖത്തിന് ഇണങ്ങുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. ഇത് വരുവേ ഷെയ്ഡ്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ എപ്പോൾ വീഡിയോസ് ഇട്ടാലും ആദ്യം പോകുന്ന കളറ് ഈ നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെയായിരിക്കും കേട്ടോ. അത്ര ഭംഗിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഈ ബാട്ടിക് പ്രിൻറ്റിങ് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ബാട്ടിക് പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ബോഡിയിലേക്ക് വരുമ്പം ഇതേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഇടയ്ക്കൂടെ മാത്രമാണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു തന്നത് മുന്താണിയുടെ പോർഷനാണ് കേട്ടോ. മുന്താണിയുടെ പോർഷനിലാണ് ഇത്ര തിക്കായിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാരി വൺ സൈഡ് ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ ഈ സാരിയുടെ പ്രിന്റിന് ഇത്ര വ്യത്യാസമുണ്ട്. ഇത് ബാട്ടിക് പ്രിന്റ് അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര വ്യത്യാസം തോന്നുന്നത്. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന സാരി ബാട്ടിക് പ്രിന്റ് ആയതുകൊണ്ട് ഇത് വൺ സൈഡ് ഇട്ടിട്ട് എടുത്ത് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും കേട്ടോ. അല്ല പ്ലീറ്റ് ഇട്ട് ഉടുക്കണവർക്കാണെങ്കിൽ അങ്ങനെ ഉടുക്കാട്ടെ, എങ്ങനെ ഉടുത്താലും നല്ല കംഫർട്ടബിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചോയ്സ് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ വൺ സൈഡ് ഉടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളിത് എടുത്ത് പിടിക്കുമ്പോൾ, നമ്മൾ പ്ലെയിനായിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എടുത്ത് പിടിക്കുമ്പോൾ അത് ആ പ്രിൻ്റ് അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. അത് ആ ബ്ലൂ കളർ എന്നൊക്കെ പറയുമ്പോൾ നല്ല എടുപ്പുള്ള കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇതിങ്ങനെ വരുവേ. ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെ വരും സാരി വരുന്നത്. ആദ്യം കാണിച്ച സാരിയുടെയൊക്കെ അതേ തന്നെ ഫീച്ചേഴ്സ്. ചെറിയ ചെറിയ പ്രിന്റുകളിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാത്തൊക്കെ ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയാണ് വരുന്നത്. ഈ സാരി ഈ വീഡിയോയിലേക്കാളും കുറച്ചുകൂടി ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ. ഇത്ര തെളിഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ അല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം ഗ്രീൻ കളറിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ബ്ലൗസ് പീസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സെമി ടെസർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിടർത്തി ഉടച്ച് കാണിക്കാത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 745 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുവേ. നിങ്ങൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
മാക്സിമം എളുപ്പം തന്നെ റിപ്ലൈ തരാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം കേട്ടോ ചോദിക്കാനായിട്ട് അവൈലബിൾ ആണോ എന്നുള്ള പീസ് ചോദിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു അഭിപ്രായമായിരുന്നു, നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയുന്നില്ല. കാരണം 32 തൊട്ടുള്ള അളവിൽ റെഡിമെയ്ഡ് ബ്ലൗസസ് നമുക്ക് അവൈലബിൾ ആണ്. 32, 34, 36, 38, 40 അത്ര അളവുകളിലാണ് റെഡിമെയ്ഡ് ബ്ലൗസസ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസ് അനുസരിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പീസ് എടുക്കാം. എനിക്ക് എപ്പോഴും നല്ല കംഫർട്ടബിൾ ആണ് റെഡിമെയ്ഡ് ബ്ലൗസസ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ അത് യൂസ് ചെയ്യാൻ കാരണം. ഇത് നമ്മുടെ വിചിത്ര സിൽക്കിൽ പഫ് സ്ലീവിൽ വന്നിട്ടുള്ള ഒരു ബ്ലൗസ് ആയിരുന്നു. ഇത് നല്ല പെർഫെക്ഷൻ ആട്ടോ, നമ്മുടെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു നമ്മളിതിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചൊരു ബ്ലൗസ് ആയിട്ട് തോന്നില്ല. നമ്മൾ ഇട്ട് തയ്പ്പിച്ച പോലെ അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ് നമുക്കിത്. ബാക്കൊക്കെ ആയാലും ബ്ലൗസിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയാലും നല്ലൊരു ഭംഗിയിലാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ത്രെഡൊക്കെ വെച്ചേക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ത്രെഡ് ഇഷ്ടമില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല കംഫർട്ടബിൾ ആണ് റെഡിമെയ്ഡ് ബ്ലൗസസ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു തവണയൊക്കെ ഇടയ്ക്കൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര റേറ്റ് വരുന്നില്ല. നമ്മൾ തയ്പ്പിക്കുന്ന റേറ്റും അതുപോലെ മെറ്റീരിയലിൻ്റെ റേറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ലാഭം തന്നെയാണ് കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസ് ലാഭം തന്നെയാണ്. 1-2 തവണ ഉപയോഗിച്ച് നമുക്കത് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കും. കാരണം അത്രയ്ക്ക് റേറ്റ് കുറവും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പം റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വിശേഷം പറഞ്ഞു. പിന്നെ ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അതായത് ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോയുടെ വിന്നർ പറയണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വിന്നർ ആയിരിക്കുന്നത് ബി പോസിറ്റീവ് ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് കേട്ടോ വിന്നർ ആയിരിക്കുന്നത്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളുക. അതുപോലെ തന്നെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിലുള്ള എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇൻ കേസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വിന്നർ ഉണ്ടാവും എന്ന് പറയാതെ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന കമൻറ്റ് വരുമ്പോൾ ഞാൻ അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളവർ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാതെ ഡയറക്റ്റ് വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. കാരണം ചിലപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ എല്ലാ കമൻസും അപ്പം തന്നെ വായിക്കണമെന്നില്ലല്ലോ, കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വായിക്കുന്നത്. അപ്പം വാട്സപ്പിലാണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നേരത്തെ മറുപടി കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പറിൽ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരുപാട് നല്ല കളക്ഷൻസ്, ഓണായിട്ടും കളക്ഷൻസ് വരുന്നുണ്ട്, ക്ലിയറൻസ് സെയിലുകൾ വരുന്നുണ്ട്, അങ്ങനെ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും ആരും മിസ് ചെയ്യേണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് ഉള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത നല്ലൊരു കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.